സംഘപരിവാറിന് പിടികൊടുക്കാത്ത സംസ്ഥാനമാണ് കേരളം. സംഘപരിവാർ ആവത് ശ്രമിച്ചിട്ടും കേരള മനസ്സിൽ കയറിക്കൂടാൻ സാധിച്ചിട്ടില്ല. ബജറംഗദളും ശ്രീരാമസേനയും ഹനുമാൻ സേനയും ഒക്കെ ഇവിടെയുണ്ട്. സംഘപരിവാർ കേരളത്തെ ഉത്തരേന്ത്യൻ മോഡലിലാക്കാൻ ശ്രമിക്കുന്നു. അതിനായുള്ള പ്രൊപ്പഗണ്ടയുടെ ഭാഗമാണ് കേരള സ്റ്റോറി 2. കേരളത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളമാകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്ന് സംഘപരിവാർ കേരള സ്റ്റോറി 2 എന്ന പ്രൊപ്പഗണ്ടയുടെ ഭാഗമായുള്ള സിനിമയിലൂടെ കാണിക്കുന്നു. കേരള സ്റ്റോറി 2 വന്നിരിക്കുന്നത് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്താണ്. അതുകൊണ്ട് തന്നെ മലയാളികൾ ഈ ചിത്രത്തെ മാറ്റി നിർത്തുന്നു അവരുടെ ഏഴകലത്ത് നിന്ന്. കേരളം ഇസ്ലാമിക തീവ്രവാദം നിറഞ്ഞ നാടാണെന്നും കേരളം ബീഫ് പോലെയുള്ള വൃത്തികെട്ട ഭക്ഷണങ്ങൾ കഴിക്കുന്ന നാടാണെന്നും ഒക്കെയാണ് കേരള സ്റ്റോറി 2 പറയുന്നത്. ഒരു യുവതിയുടെ വായിൽ ബീഫ് കുത്തിക്കയറ്റി കൊടുക്കുന്ന രംഗമൊക്കെ ഈ ചിത്രത്തിൽ ഉണ്ട്. എന്തായാലും ഉത്തരേന്ത്യൻ ലോബി ഇത് ഇഷ്ടപ്പെടുന്നു. ഉത്തരേന്ത്യൻ ലോബിയെ സംബന്ധിച്ചിടത്തോളം കേരളം മോശപ്പെട്ട സംസ്ഥാനമാണെന്ന് വരുത്തി തീർക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. പക്ഷേ ഇതിപ്പോൾ BJPക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലത്താണ് കേരള സ്റ്റോറി 2 റിലീസ് ചെയ്തിരിക്കുന്നത്. ലവ് ജിഹാദും മറ്റ് എല്ലാ കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ചിത്രം. BJPയുടെ ഉത്തരേന്ത്യൻ ലോബിയുടെ പ്രൊപ്പഗണ്ടയുടെ ഭാഗമായുള്ള ചിത്രം. പക്ഷേ വന്നിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത്. അതുകൊണ്ട് കേരള സ്റ്റോറിയെ പറ്റി മിണ്ടാൻ ആർക്കും ധൈര്യമില്ല. എന്തിനും ഏതിനും ചങ്കുറപ്പോടെ മറുപടി പറയുന്ന, മാധ്യമങ്ങളെ വെല്ലുവിളിക്കുന്ന BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അഴകുഴമ്പൻ മറുപടിയാണ് പറഞ്ഞത്. അവിടെയും ഇവിടെയും തൊടാത്ത മറുപടി. സിനിമ വേണമെന്നുള്ളവർക്ക് കാണാം, വേണ്ടാന്നുള്ളവർക്ക് കാണണ്ട എന്ന മറുപടിയാണ് പറഞ്ഞത്. മറ്റൊരു വിഷകല ഇവിടെയുണ്ട്. KP ശശികല ടീച്ചർ ഹിന്ദുത്വം വിളമ്പുന്ന, വാ തുറന്നാൽ ഹിന്ദുത്വം മാത്രം പറയുന്ന, വാ തുറന്നാൽ വിഷം വമിക്കുന്ന KP ശശികല ടീച്ചർ കേരള സ്റ്റോറിയെ പറ്റി ഒരക്ഷരം മിണ്ടുന്നില്ല എന്നതും ശ്രദ്ധേയം. MSFന്റെ പരിപാടിയിൽ KP ശശികല ടീച്ചർ പങ്കെടുത്തു. അവിടെയും ശശികല ടീച്ചർ കേരള സ്റ്റോറിയെ പറ്റി അഴകുഴമ്പൻ നയമാണ് സ്വീകരിച്ചത്. ബീഫ് നിർബന്ധിച്ച് ആൾക്കാരെ കഴിപ്പിക്കാൻ പാടില്ല എന്ന് MSF പരിപാടിയിൽ പറഞ്ഞതിനെയൊക്കെ വലിയ വാർത്തയാക്കാൻ ഇവിടുത്തെ വർഗീയ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അവർ പറഞ്ഞത് ബീഫ് കഴിക്കുന്നവർ കഴിക്കട്ടെ, കഴിക്കാത്തവർ കഴിക്കേണ്ട എന്നാണ്. പക്ഷേ MSF കേരള സ്റ്റോറിയെ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് കേരള സ്റ്റോറിയെ പറ്റി നല്ലത് പറഞ്ഞു എന്ന മട്ടിലുള്ള വാർത്തകളാണ് വരുന്നത്. കേരള സ്റ്റോറിക്ക് ബദലായി ബീഫ് ഫെസ്റ്റ് നടത്തി SFIയും DYFIയും ജനങ്ങളുടെ മനസ്സിൻ്റെ ഭാഗമായിരിക്കുന്നു. എന്തിനും ഏതിനും മറുപടി പറയുന്ന നമ്മുടെ വിഷകല ടീച്ചർക്ക് എന്ത് പറ്റി എന്നുള്ളതാണ് വലിയൊരു ചോദ്യം. വിഷകല ടീച്ചർ സാധാരണ ശശികല എന്ന് അവരെ വിളിക്കുന്നതിന് പകരം വിഷകല എന്ന് വിളിക്കുന്നതാണ് നല്ലത്. ഒരു തമാശയ്ക്ക് പറയുന്നതാണ്. വിഷകല ടീച്ചർ സാധാരണ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ കത്തി ജ്വലിച്ച് നിൽക്കുന്ന ഹിന്ദുത്വവാദിയാണ്. ആ തുറന്നാൽ വർഗീയ വിഷം വമിപ്പിക്കുന്ന ശശികല ടീച്ചർ. ആ ശശികല ടീച്ചറാണ് കേരള സ്റ്റോറിയെ പറ്റി അഴകുഴമ്പൻ നയം പറഞ്ഞിരിക്കുന്നത്. ആ ശശികല ടീച്ചർ കേരള സ്റ്റോറിയെ പറ്റി ഒന്നും മിണ്ടുന്നില്ല. കാരണം തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. കേരള സ്റ്റോറിയിൽ കേരളത്തെ വികലമായി ചിത്രീകരിച്ചത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ BJPക്ക് പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ ലഭിക്കുകയില്ല. നിയമം പോലും കിട്ടാൻ പാടായി മാറും. എന്തായാലും കേരള സ്റ്റോറി 2 കേരളത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം ഇരുട്ടടി തന്നെയാണ്. അതും കൃത്യസമയത്ത് തന്നെ കൊണ്ട് റിലീസ് ചെയ്തിരിക്കുന്നു. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ തമാശ. കേരളത്തിന് ഒരു ഭക്ഷണ സംസ്കാരമുണ്ട്. അത് മതേതരത്വത്തിൻ്റെ ഭക്ഷണ സംസ്കാരമാണ്.
കേരളത്തിന് ഒരു സംസ്കാരമുണ്ട്. അത് മതേതരത്വത്തിൻ്റെ ഭൂമികയിൽ നിന്ന് ഉയർകൊണ്ട സംസ്കാരമാണ്. ഇതൊക്കെയാണ് കേരളത്തിൻ്റെ പ്രത്യേകത. കേരള സ്റ്റോറി ടു എന്ന ചിത്രം വരുമ്പോൾ, കേരളത്തെ അതിൽ വികലമായി ചിത്രീകരിക്കുമ്പോൾ, അത് സംഘപരിവാർ പ്രൊപ്പഗണ്ടയുടെ ഭാഗമാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് പറയാൻ സാധിക്കും. എന്തായാലും ബി ഫസ്റ്റ് നടത്തി ഡിവൈഎഫ്ഐയും SFIയും ഈ ചിത്രത്തെ തിരസ്കരിച്ചിരിക്കുന്നു. കേരളത്തെ എങ്ങനെയാണ് സംഘപരിവാർ നോക്കിക്കാണുന്നത് എന്നതിനെ പറ്റിയുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ ചിത്രം. ഉത്തരേന്ത്യൻ മോഡലിൽ ബീഫ് കൈവശം വെച്ചാൽ ഉടൻ തന്നെ പിടിച്ച് ജയിലിലാക്കുന്ന, അല്ലെങ്കിൽ തല്ലിക്കൊല്ലുന്ന ജനക്കൂട്ടത്തിൻ്റെ നാടായി കേരളം മാറണോ? ഈ ചോദ്യമാണ് കേരള സ്റ്റോറി 2വിൻ്റെ അണിയറ പ്രവർത്തകരോട് പൊളിറ്റിക്സ് കേരളയ്ക്ക് ചോദിക്കാനുള്ളത്. പൊളിറ്റിക്സ് കേരള ഇങ്ങനെയാണ്, ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കും. ഉത്തരം പറയേണ്ടത് നിങ്ങളാണ്, വർഗീയ വിഷം വമിപ്പിക്കുന്ന സംഘപരിവാർക്ക്. എന്തായാലും ഉത്തരേന്ത്യൻ ലോബി കേരള സ്റ്റോറി 2വിനെ നന്നായി പിന്തുണയ്ക്കുന്നുണ്ട്. കേരളത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്ന നാടാണ് കേരളം. ഇസ്ലാമിക തീവ്രവാദം വിളയുന്ന നാടാണ് കേരളം. ലവ് ജിഹാദ് എന്ന ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ക്രൂരതയാർന്ന മുഖം വെളിപ്പെടുത്തുന്ന ക്രൂരമായ മുഖമുള്ള നാടാണ് കേരളം. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങളെ അപമാനിച്ചുകൊണ്ട്, കേരളത്തിലെ ജനങ്ങളെ അപമാനിച്ചുകൊണ്ട് കേരള സ്റ്റോറി 2 വന്നിരിക്കുന്നു. എന്തായാലും ഇത് ജനങ്ങൾ ഈ സിനിമയെ ജനങ്ങൾ തിരസ്കരിക്കുന്നു. കാരണം ഇത്തരം പ്രൊപ്പഗണ്ട ചിത്രങ്ങൾ കേരളത്തിലെ ജനങ്ങൾ തിരസ്കരിച്ച ചരിത്രമേ ഉള്ളൂ. അത് കേരളത്തിലെ ജനങ്ങളുടെ പ്രത്യേകതയാണ്. കേരള സ്റ്റോറി 2 അതിനെപ്പറ്റി എന്തേ ശശികല ടീച്ചർ മൗനം പാലിക്കുന്നത്? എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ അവിടെ അഴകുഴമ്പൻ നയം സ്വീകരിക്കുന്നത്? കാരണം വരാൻ പോകുന്നത് തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിൽ BJP 10 സീറ്റെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. 30 പിടിക്കുമെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും 10 സീറ്റ് എങ്കിലും പിടിക്കാൻ വേണ്ടി അവർ നല്ലൊരു ശ്രമം നടത്തുന്നുണ്ട്. ഇവിടെയാണ് പ്രശ്നം. ഈ കേരള സ്റ്റോറി 2 റിലീസ് ചെയ്തത് തെരഞ്ഞെടുപ്പ് സമയത്തായിപ്പോയി. അതുകൊണ്ട് ഇവരുടെ മനസ്സിലെ വർഗീയ വിഷബാധ, അല്ലെങ്കിൽ ഇവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന വർഗീയത ജനങ്ങൾക്കറിയാൻ കഴിയാതെ പോയി. എന്തായാലും ശശികല ടീച്ചർ കണ്ടം വഴി ഓടുന്നു, രാജീവ് ചന്ദ്രശേഖർ കണ്ടം വഴി ഓടുന്നു. കൃത്യസമയത്ത് തന്നെ ചിത്രം റിലീസ് ചെയ്തു. കേരളീയർ ആ ചിത്രത്തെ കാലും മടക്കി അടിച്ചിരിക്കുന്നു.